ബ്രഹ്മദേവൻ തന്റെ സൃഷ്ടിയിൽ നിന്ന് അധർമ്മത്തെ ഒഴിവാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പലരും ചിന്തിച്ചേക്കാം. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു വീഡിയോയിൽ ഇത് വ്യക്തമാക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയിലൂടെ കലി അഥവാ കലിപുരുഷൻ എന്താണെന്ന് അല്ലെങ്കിൽ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കൽക്കി പുരാണത്തിൽ കലിപുരുഷനെ അക്രമം, കോപം, മായ, ഡംബ്, അസത്യം, പിന്നെ അധർമ്മത്തിന്റെയും സങ്കര രൂപമായാണ് വിശേഷിപ്പിക്കുന്നത്. ആളുകൾക്ക് അവരുടെ കോപത്തിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പോലും കഴിയാത്തപ്പോൾ അവർക്ക് എങ്ങനെ കലിപുരുഷനിൽ നിന്നും രക്ഷപ്പെടാനാകും? അതുകൊണ്ട് തന്നെ അത്തരം സ്വാധീനങ്ങളുടെ സങ്കരയിനമായ അസുരൻ തന്നാൽ സ്വാധീനിക്കപ്പെടുന്ന ഏതൊരാൾക്കും വിനാശകരമാണെന്നതിൽ തർക്കമില്ല. പ്രജാപതികളിൽ ഒരാളുടെ മകനായിട്ടാണ് കലി എന്ന അസുരൻ ജനിച്ചത്. കലിയുഗത്തിൽ കലി തന്റെ വിശാലമായ ഭരണം കെട്ടിപ്പടുത്തു. മഹാവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമായ കൽക്കി കലിപുരുഷനുമായി യുദ്ധം ചെയ്യുന്നതിലൂടെ കലിയുടെ ഭരണവും കലിയുഗത്തിന്റെ അവസാനവും കുറിക്കുന്നു. ഈ യുദ്ധത്തിൽ കൽക്കി അസുരനെ കൊല്ലുമോ അതോ കൊല്ലാതെയിരിക്കുമോ? ഇതിൽ ഏതാണ് ശരി? രണ്ടും ശരിയാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ കലി എന്ന അസുരൻ അക്രമം, കോപം, മായ, ഡംബ്, അസത്യം, അധർമ്മം എന്നിവയുടെ സങ്കരരൂപമാണ്. കലി എന്ന അസുരനെ കൊല്ലുക എന്നാൽ ജീവജാലങ്ങളെ അസുരന്റെ സ്വാധീനത്തിൽ നിന്ന് ശുദ്ധീകരിക്കുക എന്നതാണ്. ചതുർയുഗ ചക്രം ആവർത്തിക്കുമ്പോൾ അസുരൻ വീണ്ടും തന്റെ സാന്നിധ്യം പ്രകടിപ്പിക്കാൻ തുടങ്ങും. അതായത് കൽക്കി ഭൂമിയിലെ ജീവജാലങ്ങളുടെ ഉള്ളിൽ നിന്ന് കലിയെ നശിപ്പിക്കുകയും ഭൂമിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. എന്നാൽ കലിയുഗം ആരംഭിക്കുന്നതുവരെ അവൻ കാണപ്പെടാതെയോ വെളിപ്പെടുത്തപ്പെടാതെയോ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഭൂമിയിൽ നിന്നുള്ള ഒരു വീക്ഷണകോണിന് ആപേക്ഷികമായി കലിയെ നിഗ്രഹിക്കുക എന്നത് സത്യമാണ്. അതേസമയം വിശാലമായ ഒരു വീക്ഷണകോണിൽ പറഞ്ഞാൽ, ഉദാഹരണത്തിന് പ്രപഞ്ചത്തിന് ആപേക്ഷികമായ ഒരു വീക്ഷണകോണിൽ പറഞ്ഞാൽ, കൽകിയുടെ സൈന്യവും അവനെ പരാജയപ്പെടുത്തുന്നു എന്നതാണ് സത്യം. അവനെ നിഗ്രഹിക്കുകയല്ല. എന്തായാലും കലിയുഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല കലി എന്നത് വ്യക്തമാണ്. കലിയുഗത്തിൽ അസുരൻ എങ്ങനെ തന്റെ ഭരണം സ്ഥാപിക്കുമെന്ന് പരീക്ഷിത്ത് രാജാവിന്റെയും കലിപുരുഷന്റെയും കഥ വ്യക്തമായി വിവരിക്കുന്നു. പുരാണമനുസരിച്ച് പരീക്ഷിത്ത് രാജാവ് കലിക്ക് ചൂതാട്ടം, മദ്യപാനം, വേശ്യാവൃത്തി, ക്രൂരതയും അക്രമവും പിന്നെ സ്വർണം എന്നിവയിൽ വസിക്കാൻ അനുവാദം നൽകുന്നു. സ്വർണത്തിൽ വസിക്കുന്ന അസുരനെക്കുറിച്ച് പലർക്കും സംശയമുണ്ടാകും. കാരണം നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ സ്വർണം നേടിയാൽ എന്ത് സംഭവിക്കുമെന്ന് ആളുകൾ ചിന്തിക്കാം. നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ സ്വർണം സമ്പാദിക്കുകയാണെങ്കിൽ കൂടി കലിയുഗത്തിൽ ആ സ്വർണത്തിൽ അസുരനായ കലിയും വസിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചു സ്വന്തമാക്കിയ സ്വർണത്തിലും കലിയുണ്ടല്ലോ എന്ന് ചിന്തിച്ചു ആശങ്കപ്പെടുന്നതിനു മുമ്പ് നിയമാനുസൃതമായി സമ്പാദിച്ച സ്വർണത്തിൽ കലി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ സമ്പാദിച്ചതോ ലഭിച്ചതോ ആയ സ്വർണത്തിന്റെ കാര്യത്തിൽ അവന്റെ സ്വാധീനത്തെ നിങ്ങളുടെ കൈയിൽ പിടിച്ചിട്ടുള്ള ഒരു ഇൻസുലേറ്റഡ് വയറിലൂടെ ഒഴുകുന്ന വൈദ്യുതി മൂലമുണ്ടാകുന്ന കാന്തികക്ഷേത്രത്തിന്റെ സ്വാധീനവുമായി താരതമ്യപ്പെടുത്താമെങ്കിൽ നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ സമ്പാദിച്ച സ്വർണത്തിന്റെ കാര്യത്തിൽ അവന്റെ സ്വാധീനത്തെ നിങ്ങളുടെ കൈയിലെ ആ ഇൻസുലേറ്റഡ് വയറിലെ ഇൻസുലേഷനിൽ ഉണ്ടായ വിള്ളലിൽ നിന്നും നിങ്ങൾ കേൾക്കുന്ന വൈദ്യുതാഘാതവുമായി താരതമ്യപ്പെടുത്താം. ഒരിക്കൽ കലിയുടെ സ്വാധീനത്താൽ മഹർഷി സാമികയോട് പരീക്ഷിത്ത് രാജാവ് അധാർമികമായി പെരുമാറുന്നതിന് ഇടയായി. അതിലേക്ക് വഴിവെച്ച കാരണമെന്തെന്നാൽ അന്ന് കാട്ടിൽ വേട്ടയാടാൻ പോയ രാജാവ് വളരെയധികം ക്ഷീണിച്ച് ദാഹിച്ചു വലഞ്ഞു വെള്ളത്തിനായി മഹർഷി സാമികയുടെ ആശ്രമത്തിലെത്തി. എന്നാൽ ധ്യാനനിരതനായിരുന്ന മഹർഷി അദ്ദേഹത്തെ കണ്ടില്ല. തന്നെ ശ്രദ്ധിക്കാതെയിരുന്ന മഹർഷിയുടെ കഴുത്തിൽ ഒരു ചത്ത പാമ്പിനെ രാജാവെടുത്തിട്ടു. ഇത് കണ്ട് കോപിഷ്ഠനായ മഹർഷിയുടെ പുത്രന്റെ ശാപമാണ് പരീക്ഷിത്തിന്റെ മരണത്തിലേക്ക് നയിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നിങ്ങൾ ന്യായമായ രീതിയിലാണ് സ്വർണം സമ്പാദിച്ചതെങ്കിലും നിങ്ങൾ ദുർബലമായ മാനസികാവസ്ഥയിലാണെങ്കിൽ ആ സ്വർണത്തിൽ വസിക്കുന്ന കലിപുരുഷൻ നിങ്ങളെ അധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്ന്. കാരണം മനഃശക്തിയെ കെടുത്തുന്ന നിരാശ, ദാഹം, വിശപ്പ് തുടങ്ങിയ കാരണങ്ങളാൽ ദുർബലമായ മനസ്സിന് ധർമ്മത്തോട് ചേർന്ന് നിൽക്കാനുള്ള ശേഷി ഇല്ലാതെയാകുന്നു. ആ സമയത്ത് നിങ്ങൾ ധരിക്കുന്ന സ്വർണത്തിൽ വസിക്കുന്ന അസുരൻ നിങ്ങൾ ധാർമ്മികമായാണ് ആ സ്വർണം നേടിയതെങ്കിൽ പോലും അധർമ്മം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. അങ്ങനെ ധരിച്ച സ്വർണത്തിലൂടെ ധർമ്മിഷ്ഠനായ പരീക്ഷത്തിനെ കലിപുരുഷൻ സ്വാധീനിച്ചു കീഴ്പ്പെടുത്തി.
അങ്ങനെ കലിയുഗത്തിൽ ജീവിക്കുന്ന നല്ല ആളുകളെയും അസുരൻ എങ്ങനെ സ്വാധീനിക്കും എന്നതിന് ആമുഖമായി പരീക്ഷിത്ത് രാജാവിന് സംഭവിച്ചതിനെ നമുക്ക് കാണാം. നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല അസുരൻ നിങ്ങളെ സ്വാധീനിക്കുന്നതെങ്കിൽ, അവന്റെ സ്വാധീനത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ തെറ്റുകൾ ചെയ്യുന്നില്ല എങ്കിൽ അവന്റെ ആവരണത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കാമെന്ന് നളനും ദമയന്തിയും പഠിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി, സ്വർണം എന്നതുകൊണ്ട് സ്വർണത്തെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഏത് രൂപത്തിലുള്ള ധനത്തെയും അത് പ്രതിനിധീകരിക്കുന്നു. കലിയുഗത്തിൽ കലിപുരുഷൻ തന്റെ അസുരന്മാരെ സൃഷ്ടിക്കുന്നു. ഉദാഹരണത്തിന് കോക, വിഗോക മുതലായവ. അവർ അസുരന്മാരാണ്. അവർ വളരെ ശക്തരും എളുപ്പത്തിൽ നശിപ്പിക്കാൻ കഴിയാത്തവരുമാണ്. കലിപുരുഷന്റെ സ്വാധീനമുള്ള ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് വളരെ വ്യത്യസ്തരും ശക്തരുമാണ് അസുരന്മാർ. കലിപുരുഷൻ ആ അസുരന്മാരിലൂടെയും അവനാൽ സ്വാധീനിക്കപ്പെട്ട മനുഷ്യരിലൂടെയും പ്രവർത്തിക്കുന്നു.